നമ്മോടൊപ്പം ശ്രീ എം ഷിനാസ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ഷിനാസ്, എന്താണ് അമേരിക്ക ലക്ഷ്യം വെച്ചത്? അത് വളരെ കൃത്യമായി അവർ സാധിച്ചിരിക്കുന്നു. അയത്തുള്ള അലി ഖൊമാനിയെ കൊല്ലപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഇനി ഒരു പുതിയ ഭരണകൂടം, അമേരിക്ക കൂടി താല്പര്യമുള്ള ഒരു ഭരണകൂടം പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്ത്, ഇപ്പോൾ വെനസ്വേലയിലൊന്നും ഇടപെട്ടതുപോലെ അല്ലല്ലോ, ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്ത് സാധ്യമാകുമെന്ന് കരുതാമോ? ഇറാൻ പോലുള്ളൊരു വലിയ രാജ്യത്ത് ഇപ്പോൾ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ പോലും സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇറാനിൽ അമേരിക്കക്കും ഇസ്രായേലിനും കൂടുതൽ ഹിതകരമായ ഒരു ഭരണാധികാരിയെ വാഴിക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഉണ്ടാവുക. കാരണം ഈ യുദ്ധത്തിന്റെ ഗോൾ പോസ്റ്റുകൾ അമേരിക്ക നിരന്തരം മാറ്റിക്കൊണ്ടിരുന്നിട്ടുണ്ട്. കാരണം രണ്ട് മാസം മുമ്പ് പ്രക്ഷോഭകാരികളെ അതിനിഷ്ഠുരമായി അടിച്ചമർത്തുന്ന ഇറാനിയൻ ഭരണകൂടത്തെ വിമർശിക്കുകയും തങ്ങൾ സൈനികമായി ഇടപെടുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഉറപ്പിലെത്തിയില്ലെങ്കിൽ ആക്രമിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ബാലിസ്റ്റിക് മിസൈലുകളുടെ റേഞ്ച് കുറച്ചില്ലെങ്കിൽ അതും പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ റെജിം ചേഞ്ച്, ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. അതാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. പക്ഷേ ഇറാനിൽ ആര് വരും? ഇപ്പൊ ഇറാഖിൽ 2003 അധിനിവേശമുണ്ടായപ്പോൾ ഇറാഖ് ഏറെക്കാലം അസ്ഥിരമായിരുന്നു. ആ അസ്ഥിരതയുടെ ചുഴിയിലാണ് IS-ഉം ISIS-ഉം പോലുള്ള ഭീകരവാദ സംഘടനകൾ ഉയർന്നു വന്നത്. ലിബിയയിൽ അങ്ങനെ ഇടപെട്ടു. ലിബിയ ഇപ്പോൾ യുദ്ധപ്രഭുക്കൾ വാഴുന്ന രാജ്യമായി മാറി. അപ്പോൾ ഇറാനിൽ അലി ഖമനേയി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് ആരാകും ഇറാന്റെ കടിഞ്ഞാൺ നിയന്ത്രിക്കുക എന്ന മർമ്മപ്രധാനമായ ചോദ്യമുണ്ട്. ഇറാഖിനെ പോലെ ലിബിയയെ പോലെ കൂടുതൽ അസ്ഥിരമാവുമോ? അവിടെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവരാണല്ലോ ഇറാന്റെ സൈന്യത്തെയും ഈവൻ സിവിൽ സമൂഹത്തെ പോലും നിയന്ത്രിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ശക്തി. അവരിൽ ആരെങ്കിലും അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി അവരിൽ നിന്ന് ആരെയെങ്കിലും പൊക്കിക്കൊണ്ടുവരുമോ? അതോ അമേരിക്കയിലുള്ള മുൻ ഭരണാധികാരി ഷായുടെ പുത്രൻ ഷാ ഇറാനിൽ ഭരണാധികാരിയായി വാഴിക്കപ്പെടുമോ? കാരണം ഇറാനിൽ അദ്ദേഹത്തിന് കാര്യമായ ജനപിന്തുണയില്ല. അല്ലെങ്കിൽ വെനസ്വേലയിൽ ചെയ്തതുപോലെ മഡുറോയുടെ പിൻഗാമിയായി മച്ചാഡോ, നൊബേൽ സമ്മാന ജേതാവായ മച്ചാഡോ വരുമെന്ന് പലരും കരുതിയിരുന്നു. അവരല്ല വന്നത്. പകരം വന്നത് മഡുറോയുടെ തന്നെ ഡെപ്യൂട്ടി ആയ വനിതയെയാണ്. അവിടെ അമേരിക്കയുടെ ഇച്ഛകൾക്ക് അനുസൃതമായി ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇറാനിൽ ഈ ഒരു അവസ്ഥയെ തുടർന്ന് കാര്യമായ അസ്ഥിരത ഉണ്ടായാൽ അവിടെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉയർന്നു വരാൻ ഇടയുണ്ടെന്ന കാര്യം പലരും ചൂണ്ടിക്കാണിച്ചതാണ്. മാത്രമല്ല ഇറാനിൽ തന്നെ അധികാരത്തിനു വേണ്ടിയുള്ള വടംവലിയും ആഭ്യന്തര യുദ്ധവും നടന്നാൽ ആ മേഖല മുഴുവൻ കൂടുതൽ അസ്ഥിരമാവാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞുകൂടാ. എന്താണ് ഈ ആക്രമണം നടത്തിയവർ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമല്ല. ആര് വന്നാലും ഇറാനിൽ അധികാരത്തിന്റെ കടിഞ്ഞാൺ ഉറപ്പിക്കാനുള്ള വടംവലിയും സമരവും പോരാട്ടവും നടക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇറാനിയൻ ജനത ആരുടെ പക്ഷത്ത് നിൽക്കും എന്നുള്ളതും പ്രധാനമാണ്. ഇപ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇറാൻ വളരെ അധികം അസ്ഥിരമായാൽ
അത് ദീർഘകാലാടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറും. ശാശ്വത സമാധാനം എന്നുള്ളത് അകലെയായി മാറും. കാരണം ഇനി അങ്ങോട്ട് ഇറാനിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണുകയേ നിവൃത്തിയുള്ളൂ. ഏതായാലും ഈ 79 മുതൽ തുടരുന്ന ഇറാനിലെ ഇസ്ലാമിസ്റ്റ് റിപ്പബ്ലിക്, ഷിയ റിപ്പബ്ലിക്, അതിന്റെ ഏറ്റവും പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട സ്ഥിതിക്ക് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നുണ്ടാവുക, ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ടാവുക, ഇറാനിലെ ജനങ്ങൾക്ക് കൂടി സർവസമ്മതനായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടി സ്വീകാര്യമായ ഒരു നേതൃത്വം അവിടെ ഉയർന്നു വരണമെന്ന കാര്യവും, അതോടൊപ്പം തന്നെ ഇറാനിൽ സ്ഥിരതയുള്ള ഒരു ഭരണകൂടം ഉണ്ടാകണമെന്നുമാണ് ആരായാലും ആഗ്രഹിക്കുക. പക്ഷെ ആ രീതിയിലുള്ള ഒരു സ്ഥിരത ഇറാനിൽ ഉടനെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം, അവിടെ കുറെ ഗ്രൂപ്പുകളുണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്. അതുപോലെ ഇറാനിൽ വിദ്യാർത്ഥി പ്രക്ഷോഭകാരികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരൊന്നും ഒരു സംഘടിത രൂപം ആർജിച്ച ശക്തിയല്ല. ശരി. പൊടുന്നനെ ഉണ്ടായ പല പ്രശ്നങ്ങളുടെയും കാര്യത്തിൽ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചവരാണ്. വനിതകൾ അവിടെ അടിച്ചമർത്തപ്പെട്ടിരുന്നു ഈ ഹിജാബിന്റെ തലമറക്കുന്ന കാര്യത്തിന്റെ പേരിലൊക്കെ. തീർച്ചയായും നന്ദി ശ്രീ ഷിനാസ്, താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും അവിടെ ഒരു അസ്ഥിരമായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക എന്നതായിരിക്കില്ല ഒരുപക്ഷെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. തങ്ങൾക്ക് കൂടി താല്പര്യമുള്ള ഒരു ഭരണകൂടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമായിരിക്കും. ഇപ്പോൾ ഇറാൻ ടെലിവിഷന്റെ ഒരു അവതാരകൻ പൊട്ടിക്കരയുന്ന ഖമേനിയുടെ മരണവാർത്ത പറഞ്ഞുകൊണ്ട് കരയുന്ന. But this is not over. Trump is going to pay a price paid by no American president at all time, paid by no Zionist of all time, paid by no criminal of all time. Trump is going to see, because revenge is coming, and revenge is coming soon, and revenge is coming after Trump, after everybody who facilitated this assassination. He will pay the ultimate price, and it's not only by the millions of Iranians, it's not only by the millions in resistance countries, it's also by those who have newly joined the resistance. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.